ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ എന്താ ഇങ്ങനെയെന്നല്ലേ. സോ അസർബൈജാനിൽ പോകുന്ന ട്രിപ്പ് ഞാൻ ആകെ എയർപോർട്ടിൽ നിന്ന് അവിടെ എത്തുന്ന വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ. സോ ഐ വാസ് സ്ക്രോളിങ് ത്രൂ മൈ ഗാലറി. അപ്പോഴാണ് ബാക്കിയുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ള ബോധം എനിക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടാൻ പോവാണ്. സോ ഐ ആം റിയലി സോറി ഫോർ ദ ലേറ്റ് പോസ്റ്റിംഗ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, കാരണം അതിൻ്റെ ഇടയിൽ എനിക്ക് ബോർഡ് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ +1 ക്ലാസ്സസ് തുടങ്ങി. അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ മൊത്തത്തിൽ മറന്നു പോയിരിക്കുകയായിരുന്നു. സോ നമുക്ക് പോവാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ പുറത്തുള്ള വിൻഡോ വ്യൂ ആണിത്. ഇറ്റ്സ് സോ അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫുൾ ക്രിസ്മസ് ട്രീസ് ആയിരുന്നു അവിടെ ഉണ്ടായത്. എവിടെയാണ് നമ്മുടെ ഫുഡ് ഏരിയ. സാധാ ഹോട്ടൽസ് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഫുഡ് ചൂസ് ചെയ്യാം. ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. എൻ്റെ മോനെ നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഫുഡൊന്നും അത്ര കിട്ടില്ല. സോ നമ്മൾ അവിടെ ഉള്ളത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എടുത്തത് കോൺഫ്ലെക്സും ക്യൂക്കംബറും ബ്രെഡും ആണ്. പിന്നെ വേറൊരു നല്ല കാഴ്ച ഉണ്ടായിരുന്നു, അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഒരാൾ പിയാനോ ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. മുട്ടയും തക്കാളി കറിയും നമ്മളവിടെ ബുർജി എന്ന് പറയുന്ന സാധനം നാട്ടിലെ ബുർജി. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ അനിയന് പുഴുങ്ങിയ മുട്ട കൊടുത്തിട്ടുണ്ട്. അത് അവൻ ഇങ്ങനെ പറിച്ച് കളിയാണ്. അവൻ്റെ ടാസ്ക്കാണത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നമ്മൾ പുറത്തേക്ക് പോവാണ്. അസർബൈജാനിൽ നമ്മൾ പോയ സമയത്ത് നല്ല തണുപ്പായതുകൊണ്ട് എപ്പോഴും ജാക്കറ്റ് ഇടണം. ഓരോ സമയത്ത് ഓരോ ടൈപ്പ് ജാക്കറ്റാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇത് ഹോട്ടലിൻ്റെ താഴെയുള്ളൊരു ബാറാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല ക്രിസ്മസ് വൈബാണ്. ഹോട്ടലിൻ്റെ പുറത്തുള്ള ഗ്ലാസിൻ്റെ മേലെ ഇങ്ങനെ ക്രിസ്മസ് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അസർബൈജാനിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സൺറൈസ് ആയിരുന്നു അത്. അപ്പം നല്ല തണുത്ത കാറ്റും അതിൻ്റെ കൂടെ നല്ല സൂര്യൻ്റെ വെളിച്ചവും കൂടെ അടിച്ചപ്പം നല്ല വൈബായിരുന്നു. സോ ബേസിക്കലി നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് പൈൻ ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. അച്ഛൻ്റെ ഓഫീസിൽ അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. സോ നമ്മൾ അവരുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. അവർ നമുക്ക് കട്ടൻ ചായയും മുട്ടായും തന്നു ഗൈസ്. പിന്നെ അവിടെയുള്ളവരോടൊക്കെ നമ്മൾ സംസാരിച്ച് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നമ്മൾ പുറത്തു കൂടെ പോകുമ്പോൾ ഒരുപാട് മോണ്യുമെൻറ്റ്സ്, കുറേ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ബിൽഡിങ്സ് ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കറൻ്റ്ലി ഉള്ളത് അസർബൈജാൻ്റെ ക്യാപിറ്റലിലാണ്, ദാറ്റ് ഈസ് ബാക്കു. അവിടെയുള്ള മെയിൻ മോണ്യുമെൻറ്റ്സ്, മെയിൻ പ്ലേസസ് ആണ് നമ്മളിനി വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അവരുടെ സ്റ്റേഡിയം. ഇവിടെയൊക്കെയാണ് ഫുട്ബോൾ മാച്ചസ് ഒക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അസർബൈജാനിലെ ഒരു ഫേമസ് സ്പോട്ടിലേക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അസർബൈജാനിൽ മാത്രമല്ല വേൾഡിൽ തന്നെ ഒരു ഫേമസ് സ്പോട്ട് തന്നെയാണിത്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയി, അതെനിക്കറിയാം, നല്ല ബോധമുണ്ട്. പക്ഷേ ആസ് ദേ സേ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്നല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ മൊത്തത്തിലൊരു ഏൻഷ്യൻറ്റ് ഹിസ്റ്റോറിക്കൽ വൈബാണ്. കാരണം ആ സ്ഥലവും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് എൻട്രൻസിലേക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് അറ്റഷാഗ ഫയർ ടെമ്പിൾ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഏൻഷ്യൻറ്റ് ഫയർ ടെമ്പിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. അത് യൂസ് ചെയ്താണ് ഇവിടെ ഫയർ കത്തുന്നത്.
പുറത്ത് നല്ല തണുപ്പാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഇതുപോലെ ആ ടെമ്പിളിൻ്റെ ഓരോ കോർണറിലും നമ്മളിങ്ങനെ ഫയർ പോഡിയംസ് ഉണ്ട്. നാച്ചുറൽ ഗ്യാസ് ഉള്ള പൈപ്പിൻ്റെ ആ ഭാഗത്ത് ഇവരിങ്ങനെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫയറിൻ്റെ സംഭവം മാത്രമല്ല, ഇവിടെ ഒരുപാട് പഴയ ആർട്ടിഫാക്ട്സും ഉണ്ട്. UAE മ്യൂസിയംസിൽ ഉള്ള പോലെ തന്നെ ഒരുപാട് പഴയ ആർട്ടിഫാക്ട്സ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ പഴയ കഥകൾ ഇവരിങ്ങനെ സ്റ്റാച്യൂസ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കുറച്ച് ഞെട്ടിയ ഒരു സംഭവം ഉണ്ട്, അതെന്താന്ന് കാണിച്ചു തരാം. ഓം ഗം ഗണപതയേ നമ എന്നാണ് ഇവർ ചൊല്ലുന്നത്. അപ്പൊ ഇത് ഞങ്ങളെ ശരിക്കും അതിശയിപ്പിച്ചു. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അവിടെ ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതില് ഫ്രണ്ടിൽ അവര് അനാറായിരുന്നു സമർപ്പിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ഫയർ ടെമ്പിളിനെ കുറിച്ചുള്ള കുറച്ച് കഥകളായിരുന്നു. ഇവിടെ പണ്ട് ജീവിച്ചിരുന്നവരുടെ ഒരു മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു ഈ ഫയർ ടെമ്പിൾ. പിന്നെ ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ഈ ഫയർ ടെമ്പിളിന് ഇവർ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കണ്ടുപിടിച്ചു, പിന്നെ ഓയിൽ എക്സ്ട്രാക്ഷൻ, നാച്ചുറൽ ഗ്യാസ് എക്സ്ട്രാക്ഷൻ, ഇതിൻ്റെയൊക്കെ ഇവരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസ് അവരോട് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ വർഷത്തിലാണ് ഇവർ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റൂമിലേക്കുള്ള ഡോറിന്റെ മേലെ ഹിന്ദിയിലൊരു എഴുത്തും ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഷോക്കിങ്ങും ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നടരാജന്റെ ഒരു സ്റ്റാച്യു ആണ് അവിടെ ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ലോകത്തിലെ ഓരോ കോണിലേക്കും എത്രമാത്രം ട്രാവൽ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഡാൻസ് ഉണ്ടല്ലോ എന്നാണ് എൻ്റെ അമ്മ ഇത് കണ്ടപ്പോൾ പറഞ്ഞത്. ഇതൊരു മെമ്മറബിൾ മൊമെന്റ് തന്നെയായിരുന്നു. സോ ഞങ്ങൾ ഫയർ ടെമ്പിൾ മുഴുവൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ഓരോ പിക്ചേഴ്സ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫോട്ടോസും കൂടെ ഞാനിതിൽ ആഡ് ആക്കുന്നുണ്ട്. നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനിതാ ഏതോ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇപ്പം ഏകദേശം ഈവനിങ് ഒരു 5 to 6 ആയിട്ടുണ്ടാവും ടൈം. പക്ഷേ ആകാശം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ സൂര്യൻ നേരത്തെ വന്നിട്ട് ലേറ്റ് ആയിട്ടേ സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് 7 മണി ആയാലും സൂര്യൻ ചിലപ്പം ആകാശത്തൊക്കെ കാണും. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പുറത്തുള്ള കുറേ മോണ്യുമെന്റ്സ് ഒക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദി ഫൗണ്ടൻ സ്ക്വയർ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. കാരണം മൊത്തത്തിലൊരു ബുക്കിൻ്റെ അകത്ത് കയറിയൊരു വൈബായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ഈ വൈബായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കൊക്കക്കോളയുടെ ട്രീ തന്നെയാണ് ഗൈസ്. കാരണം നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ എനിക്കുണ്ടായൊരു ഡൗട്ട് എന്താ വെച്ചാൽ ആ വർഷത്തെ സ്പോൺസർ കൊക്കക്കോളയാണോ എന്ന്. കാരണം എവിടെ നോക്കിയാലും കൊക്കക്കോളയുടെ ബാനർ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഒരു സാന്റാക്ലോസും. അങ്ങനെ ഞങ്ങൾ നടന്നു വന്ന സമയത്ത് ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പോലെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സ്റ്റോൾസിലും ഫുഡാണ് ഉള്ളത്. മെയിൻലി ഫുഡാണ് ഉള്ളത്. ഓരോ ടൈപ്പ് ഫുഡ്, ഇവിടുത്തെ ഈ അസർബൈജാൻ്റെയും നാഷണൽ ഫുഡ് ആണ് കൂടുതലുള്ളത്. ഞങ്ങളങ്ങനെ ഒരു കോൺ മേടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഫൗണ്ടൻ സ്ക്വയറിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റ്സ് ആണിത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അങ്ങനെ ഞാൻ എങ്ങോട്ടോ നോക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം അങ്ങനെ എല്ലാ കടകളിലും ഇവരിങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടു. എനിക്കിത് എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ ഇതൊക്കെ കണ്ട് സ്ലോ മോഷനിൽ ഞാനിങ്ങനെ എങ്ങോട്ടോ നടന്നു പോവുകയാണ് ഗൈസ്. ഒരു സ്ലോ മോഷൻ എടുക്കാൻ പറഞ്ഞതാ, ഇങ്ങനെ ആയിപ്പോയി. സ്ലോ മോഷനിൽ നടന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. നമ്മളങ്ങനെ ഓൾഡ് സിറ്റി ബാക്കുവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം സമയം ഏകദേശം ഒരു 6:30
7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം പതുക്കെ നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇങ്ങനെ പോവാണ്. ഒരു ഓറഞ്ച് വൈബാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പാവം പൂച്ചക്കുഞ്ഞിനെ നമ്മൾ കണ്ടു. അപ്പം ഇത് ദ മെയ്ഡൻ ടവർ ആണ്. ഇതിൻ്റെ ഒരു കഥ എന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടതിൽ എനിക്ക് മനസ്സിലായത് ഒരു രാജകുമാരി ഇതിൻ്റെ മേലേന്ന് വീണ് മരിച്ചു. അതാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഇതൊക്കെ കേട്ട് ഷോക്ക് അടിച്ചിരിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വിശന്നിട്ട് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് അതിനടുത്തുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല. അവിടെ ഉണ്ടായ കുറച്ച് ഗ്ലാസ് പെയിൻറ്റിങ്സ് ആണ്. പിന്നെ ഈ മിററും അവിടുത്തെയാണ്. എനിക്ക് ഈ മിറർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഫ്ലെയിം ടവേഴ്സിന്റെ ഒരു അടിപൊളി വ്യൂ ആണ്. പിന്നെ നമ്മളെ മേലെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു. അത് കാണാൻ പോകുന്ന സമയത്ത് കിട്ടിയ കുറച്ച് പിക്സ് ആണ് ഇതൊക്കെ. നമ്മൾ മോസ്കിൽ കയറിയില്ല, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കിട്ടിയൊരു വ്യൂ ആയിരുന്നു ഇത്. കോട്ടൺ ക്യാൻഡി സ്കൈ. എൻ്റെ അമ്മയെ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. സോ ദാറ്റ്സ് ഓൾ. നമ്മളങ്ങനെ കറങ്ങി തിരിച്ച് റൂമിൽ പോയി. ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ.